എവർക്കും PSC ഡയറക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 6ാം അധ്യായമായ അലോഹങ്ങൾ എന്നതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളുടെ ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഒന്ന് നൈട്രജൻ 78.08% നൈട്രജനാണ് അന്തരീക്ഷത്തിൽ. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകം നൈട്രജനാണ്. രണ്ടാമത് അടങ്ങിയിട്ടുള്ളത് ഓക്സിജനാണ് 20.95%. ആർഗൺ 0.9%. കാർബൺ ഡൈ ഓക്സൈഡ് 0.038%. മറ്റുള്ളവ 0.032%. ഇപ്പോൾ ഇത്രയാണ് അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നൈട്രജനാണ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇനി ചില ആഹാര പദാർത്ഥങ്ങളിലെ ഘടകമൂലകങ്ങളാണ് നോക്കുന്നത്. അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് അന്നജത്തിൽ അടങ്ങിയിട്ടുള്ളത്. അടുത്ത് പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ളത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഇനി കൊഴുപ്പ് അഥവാ ഫാറ്റിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇനി ചില പ്ലാസ്റ്റിക്കുകൾ നോക്കാം. PVCയിൽ എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. ഇവ മൂന്നുമാണ് PVCയിൽ അടങ്ങിയിട്ടുള്ളത്. PVC എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. പോളി വിനൈൽ ക്ലോറൈഡ്. അടുത്ത് പോളിത്തീൻ അടങ്ങിയിട്ടുള്ളത് കാർബൺ, ഹൈഡ്രജൻ എന്നിവയാണ്. ഇനി നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് പഠിക്കാം. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. ശ്രദ്ധിക്കാം. ഇനി ഹൈഡ്രജന്റെ ഒരു പ്രധാന സംയുക്തമാണ് ജലം. നമുക്കറിയാം, ജലം എന്ന് പറഞ്ഞാൽ H2O ആണ്. അതിൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജനും ഉണ്ട്. നമുക്കറിയാവുന്ന ഹൈഡ്രജൻ സംയുക്തങ്ങൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു ആസിഡുകളെ കുറിച്ച്. അപ്പോൾ എല്ലാ ആസിഡുകളും പൊതുവായി അടങ്ങിയിട്ടുള്ള ഘടകമാണ് ഹൈഡ്രജൻ. അപ്പോൾ അതൊക്കെ നമുക്ക് ഹൈഡ്രജൻ സംയുക്തത്തിൽ ഉൾപ്പെടുത്താം. ഹൈഡ്രജനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. 1766 ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. കത്തുന്ന വാതകം അഥവാ ഇൻഫ്ലെയിമബിൾ എയർ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ജലം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജിനസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജീനസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. നമുക്ക് ഹൈഡ്രജൻ നിർമ്മിക്കുന്നതിനെ കുറിച്ച് പഠിക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് HCl എടുക്കുക. അതിലേക്ക് അല്പം സിങ്ക് തരികൾ ഇടുക. ശേഷം എന്ത് ചെയ്യുക? ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവരിക. അപ്പം എന്ത് ചെയ്യും? ആ തീപ്പെട്ടിക്കൊള്ളി പൊട്ടൽ ശബ്ദത്തോടു കൂടി കത്തും. ഇത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതാണ്, ഇതേപോലുള്ള പരീക്ഷണം. അപ്പോൾ അവിടെ ഉണ്ടായ വാതകമാണ് ഹൈഡ്രജൻ. അതുകൊണ്ടാണ് പൊട്ടൽ ശബ്ദത്തോടു കൂടി കത്തിയത്. ഇനി അതിന്റെ സമവാക്യം നോക്കാം. Zn+2HCl gives ZnCl2+H2. സിങ്ക് ക്ലോറൈഡ് ആണ് ZnCl2. അത് ശ്രദ്ധിക്കുക. സിങ്കും ആസിഡും ചേർന്ന്, ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് സിങ്ക് ക്ലോറൈഡും ഒപ്പം ഹൈഡ്രജൻ വാതകവും ഉണ്ടായി. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്മാത്രയിലെ ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റി ആ സ്ഥാനത്തേക്ക് സിങ്ക് ആറ്റം വന്നു ചേരുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മാറ്റി പകരം മറ്റൊരു മൂലകം ആദേശം ചെയ്യാം. അതുകൊണ്ടാണ് ഇതിന്റെ പേര് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ കളിയിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. നമുക്ക് ആ സമവാക്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇനി ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുകളുമായുള്ള പ്രവർത്തനം ആദേശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അതിൽ കൊടുത്തിട്ടുണ്ട് മെഗ്നീഷ്യം +HCl gives MgCl2+H2. സിങ്ക് +H2SO4 gives ZnSO4+H2. ഇതൊക്കെ ഈ ആദേശ രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി മറ്റു ചില ഉദാഹരണങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. Zn+CuSO4 gives ZnSO4+Cu. SO4 എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് എന്നാണ്. അപ്പോൾ CuSO4 കോപ്പർ സൾഫേറ്റ്,
ZnSO4 സിങ്ക് സൾഫേറ്റ്. ആ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഇനി NaBr plus Cl2 gives NaCl plus Br2. NaBr എന്ന് പറഞ്ഞാൽ സോഡിയം ബ്രോമൈഡ്, NaCl എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്. നമുക്ക് ഇവിടെ ആവശ്യം ഈ പേരുകളാണ്. ഇനി അടുത്തത് ഹൈഡ്രജന്റെ ചില രാസപ്രവർത്തനങ്ങൾ. ആദ്യം ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള പ്രവർത്തനമാണ് നോക്കുന്നത്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. നമുക്കെല്ലാവർക്കും പരിചയമുള്ള പ്രവർത്തനമാണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോഴാണ് ജലം ഉണ്ടാകുന്നത്. ഇതൊരു താപമോചക പ്രവർത്തനമാണ്. താപമോചകം എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക, താപം പുറത്തു വിടുന്ന പ്രവർത്തനം. ഇനി പറയുന്നത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മിശ്രിതത്തിൽ കൂടി വൈദ്യുത സ്ഫുലിംഗങ്ങൾ ഇലക്ട്രിക് സ്പാർക്ക് കടത്തിവിട്ടാലും ജലം ലഭിക്കും. അപ്പോൾ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മിശ്രിതത്തിൽ കൂടി ഇലക്ട്രിക് സ്പാർക്ക് കടത്തിവിട്ടാലും ജലം ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ ഇക്വേഷൻ പറയുന്നുണ്ട് 2H2 plus O2 gives 2H2O plus താപം. പ്ലസ് താപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു താപമോചക പ്രവർത്തനമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ കണ്ടില്ലേ, ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും തന്മാത്രകൾ സംയോജിച്ച് ജലം ഉണ്ടായത് നാം കണ്ടു. ഇത്തരത്തിൽ രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ അഥവാ മൂലകങ്ങൾ അല്ലെങ്കിൽ സംയുക്തങ്ങൾ സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് സംയോജന രാസപ്രവർത്തനം അഥവാ കോമ്പിനേഷൻ റിയാക്ഷൻ. രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങളൊക്കെ കൂടി ചേർന്ന് ഒരു സംയുക്തം ഉണ്ടാകുന്ന പ്രവർത്തനമാണ് സംയോജന രാസപ്രവർത്തനം അഥവാ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള പ്രവർത്തനം. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നുണ്ട്. H2 plus Cl2 gives 2HCl. ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടായി. ഇനി ഇതുപോലെ സംയോജന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. N2 plus 3H2 gives 2NH3. അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷനാണ്. NH3 ആണ് അമോണിയ. 2Mg plus O2 gives MgO. MgO എന്ന് പറഞ്ഞാൽ മാഗ്നീഷ്യം ഓക്സൈഡ് ആണ്. H2 plus S gives H2S. H2S എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. അപ്പോൾ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഹൈഡ്രജന്റെ ചില ഉപയോഗങ്ങൾ ശ്രദ്ധിക്കുക. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് വേണ്ടി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ധനമായിട്ടും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രജൻ ഇന്ധനമായി, ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. ഇത് നല്ലൊരു ഇന്ധനമാണ്. ശ്രദ്ധിക്കുക, കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇനി ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. വിവിധ ഇന്ധനങ്ങളുടെ ജ്വലനം മൂലം ഉണ്ടാകുന്ന താപോർജ്ജത്തിന്റെ അളവാണ് കാണിക്കുന്നതിൽ. നമുക്ക് മീഥൈന്, പെട്രോള്, കൽക്കരി, എത്തനോള്, മെത്തനോള്, കാർബോഹൈഡ്രേറ്റുകൾ, കാർബൺ മോണോക്സൈഡ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ. ഏറ്റവും കൂടുതൽ താപോർജ്ജം ഉണ്ടാകുന്നത് നമ്മുടെ ഹൈഡ്രജൻ കത്തുമ്പോഴാണ്. മറ്റുള്ളവയേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഹൈഡ്രജൻ കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജത്തിന്റെ അളവ്. ഇനി എന്താണ് കലോറിഫിക് മൂല്യം അഥവാ കലോറിക മൂല്യം എന്ന് പറയുന്നത്? ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ അതിൽ എത്രത്തോളം താപോർജ്ജം സ്വതന്ത്രമാകുന്നു എന്നതാണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. കലോറിക മൂല്യം കൂടിയ ഇന്ധനം ഹൈഡ്രജൻ ആണ്. ഇനി നമുക്ക് നോക്കാം, ഈ ഹൈഡ്രജൻ ഒരു ഇന്ധനം എന്ന നിലയിൽ ഒരുപാട് ലഭ്യമാണ്. അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാക്കുന്ന മറ്റ് എഫക്റ്റുകൾ കുറവാണ്. കാരണം ഹൈഡ്രജൻ കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ജലമാണ്. അതുകൊണ്ട് അന്തരീക്ഷ മലിനീകരണം ഒരിക്കലും ഉണ്ടാവുന്നില്ല. എന്നാൽ ഈ മേന്മകളൊക്കെ ഉണ്ടായിട്ടും ഹൈഡ്രജൻ ഒരു ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. അതിനുള്ള പരിമിതികളാണ് പറയുന്നത്. ഹൈഡ്രജൻ സ്ഫോടനത്തോടെ ജ്വലിക്കുന്ന വാതകമാണ്. അപ്പൊ ഇത് സംഭരിച്ചു വെക്കാനും വിതരണം ചെയ്യാനും പ്രയാസമാണ്. അപ്പോൾ രണ്ട് പരിമിതികളാണുള്ളത്. ഒന്ന്, ഹൈഡ്രജൻ സ്ഫോടനത്തോട് ജ്വലിക്കുന്ന വാതകമാണ്. അതുപോലെ തന്നെ ഇത് സംഭരിച്ചു വെക്കാനും വിതരണം ചെയ്യാനും പ്രയാസമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തത്. ഇനി പറയുന്നത് ഫ്യൂവൽ സെൽ. ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകൾ. ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ്
ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. ഇത്തരം സെല്ലുകളുടെ ചില മേന്മകൾ പറയുന്നുണ്ട്. ഒന്ന്, മലിനീകരണമില്ല. 2, ഉയർന്ന പ്രവർത്തനക്ഷമതയാണ്. ഈ ഫ്യൂവൽ സെല്ലുകൾ ഇപ്പോൾ ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇനി നമ്മൾ ഓക്സിജനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്സിജൻ എന്ന പ്രാണവായു, ഓക്സിജൻ ദ ബ്രീത്ത് ഓഫ് ലൈഫ്, നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണ് ഓക്സിജൻ. പ്രാണവായു എന്നറിയപ്പെടുന്നതും ഓക്സിജനാണ്. ഇവിടെ കുറച്ച് ഓക്സിജൻ അടങ്ങിയ സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. C6H12O6 ആണ്, ഗ്ലൂക്കോസ് ആണ്. CO എന്ന് പറഞ്ഞാൽ കുപ്രിക് ഓക്സൈഡ്. കാൽസ്യം കാർബണേറ്റ് CaCO3. ഇനി അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഒരു പരിധിയിൽ കുറയാതെ സ്ഥിരമായി നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണ്? മനുഷ്യന്റെ പ്രാണവായുവാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. എന്നാൽ നേരത്തെ പറഞ്ഞു അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജനാണ്. പാറകളിലും മണ്ണിലും ധാരാളം ഓക്സിജൻ സംയുക്തങ്ങളുണ്ട്. അന്തരീക്ഷ വായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയിലെല്ലാം ഓക്സിജൻ സ്വതന്ത്ര അവസ്ഥയിലോ അല്ലെങ്കിൽ സംയുക്ത രൂപത്തിലോ കാണപ്പെടുന്നുണ്ട്. പ്രകൃതിയിലും ഓക്സിജന്റെ അളവ് വളരെ കൂടുതലാണ്. ഇനി 1774 ജോസഫ് പ്രീസ്റ്റ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത്. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി എന്ന സയന്റിസ്റ്റ് ആണ്. എന്നാൽ ഓക്സിജൻ ആ പേര് നൽകിയത് ലാവോസി എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ആ ചോദ്യം മാറിപ്പോകരുത്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്, എന്നാൽ ഓക്സിജന് ആ പേര് നൽകിയത് ലാവോസിയാണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജനേസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജന് എന്ന പേര് സ്വീകരിച്ചത്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജനസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. ഇനി ഭൂവൽക്കത്തിൽ 45-50% ഓക്സിജനാണ്. ജലത്തിൽ 88-90%. ധാതുക്കളിൽ 45-50%. അന്തരീക്ഷ വായുവിൽ 21%. സസ്യങ്ങളിൽ 60-70%. ജന്തുക്കളിൽ 60-70% ഓക്സിജനാണ്. അപ്പോൾ ഓരോ മേഖലയിലുമുള്ള ഓക്സിജന്റെ അളവാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജന്റെ അളവ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. ഇവിടെ സസ്യങ്ങളിലും ജന്തുക്കളും ഒരുപോലെ തന്നെയാണ്, 60-70%. ജലത്തിലുള്ള ഓക്സിജന്റെ അളവ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഓക്സിജൻ നിർമ്മിക്കുന്ന പരീക്ഷണമാണ് പറയുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബ്. അതിലേക്ക് എന്ത് ചെയ്തു? പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ക്രിസ്റ്റലുകൾ എടുത്തു. എന്നിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുക, ആ ബോയിലിംഗ് ട്യൂബ് ചൂടാക്കുക. ശേഷം എന്താ ചെയ്യുന്നത്? അതിന്റെ വായുഭാഗത്ത് ഒരു തീപ്പെട്ടി കൊള്ളി കാണിക്കുക. അപ്പം എന്ത് ചെയ്യും? ആ തീ ആളിക്കത്തുന്നത് കാണാൻ സാധിക്കും. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അവരുണ്ടായ വാതകമാണ് ഓക്സിജൻ, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. എന്നാൽ ഹൈഡ്രജൻ കണ്ടെത്തിയപ്പോഴുള്ള പരീക്ഷണത്തിൽ അവിടെ പൊട്ടുന്ന ശബ്ദത്തോടു കൂടിയാണ് കത്തിയത്. അതിൽ നിന്ന് ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ആളിക്കത്തി, അത് ഓക്സിജനാണ്. ഇനി ഇവിടെ ഓക്സിജൻ ഉണ്ടാവുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം തന്നിട്ടുണ്ട്. 2KMnO4 പ്ലസ് താപം ഗിവ്സ് K2MnO4 പ്ലസ് MnO2. ഓക്കെ, പ്ലസ് ഓക്സിജനും ഉണ്ടാവും. KMnO4 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, എന്നാൽ K2MnO4 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം മാംഗനേറ്റ്. MnO2 എന്ന് പറഞ്ഞാൽ മാംഗനീസ് ഡയോക്സൈഡ്. അപ്പോൾ അതിൻ്റെ രാസസൂത്രങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ ഈ പരീക്ഷണത്തിൽ KMnO4 അഥവാ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചിട്ടാണ് ഓക്സിജൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രാസപ്രവർത്തനത്തിന്റെ പേരാണ് വിഘടനം. അഥവാ ഒരു സംയുക്തം വിഘടിച്ച് 2 അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് വിഘടനം അഥവാ ഡീകമ്പോസിഷൻ. ഇനി വിഘടനത്തിനുള്ള മറ്റ് ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2NaCl gives Na plus Cl2, KClO3 gives KCl plus 3O2, H2O2 gives H2O plus O2. അപ്പോൾ ഒരു സംയുക്തം വിഘടിച്ച് 2 അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് വിഘടനം. പിന്നെ ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം നമുക്കറിയാം. H2O വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ എന്ത് കിട്ടും? H+ഉം OH- കിട്ടും.
ഇനി സൾഫർ ഓക്സിജനുമായി സംയോജിച്ച് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും. S+O2 gives സൾഫർ ഡയോക്സൈഡ്. അതുപോലെ കാർബൺ, ഹൈഡ്രജൻ മുതലായ അലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡും ജലവും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ C+O2 gives CO2 കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി. 2H2+O2 gives H2O. അപ്പോൾ എങ്ങനെയാണ്? ഇനി ജൈവ വിഘടനം എന്താണെന്ന് നോക്കാം. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ജൈവ വിഘടനത്തിന് വിധേയമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവയിലെ ജൈവ തന്മാത്രകളിൽ ബാക്ടീരിയ, ഫംഗസ് എന്നീ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുന്നത് മൂലമാണ് ഇങ്ങനെ വിഘടനം സംഭവിക്കുന്നത്. ഈ സൂക്ഷ്മജീവികൾ ജൈവ തന്മാത്രകളെ ഓക്സീകരിച്ചിട്ടാണ് അവയുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ജൈവ വിഘടനം എന്ന് പറഞ്ഞാൽ ജൈവ തന്മാത്രകളിലെ ബാക്ടീരിയ, ഫംഗസ് എന്നീ സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച് വിഘടിക്കുന്നതിനെയാണ് ജൈവ വിഘടനം എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മജീവികൾ ജൈവ തന്മാത്രകളെ ഓക്സീകരിച്ചിട്ടാണ് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കറിയാം അലൂമിനിയം, അയൺ തുടങ്ങിയ ലോഹങ്ങൾക്ക് കാലക്രമേണ തിളക്കം നഷ്ടപ്പെടുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇതിന് കാരണം എന്താണ്? ഇവ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് തിളക്കം നഷ്ടപ്പെടുന്നത്. ഇനി ഓക്സിജന്റെ മറ്റ് ഉപയോഗങ്ങൾ നോക്കാം. ജ്വലനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമ ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത് ഓസോൺ. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ത്രയാറ്റോമിക തന്മാത്രയാണ് ഓസോൺ. സാധാരണയായി ഓക്സിജൻ ദ്വയാറ്റോമിക O2 എന്ന അവസ്ഥയിലാണ് കണ്ടുവരുന്നത്. എന്നാൽ 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ത്രയാറ്റോമിക തന്മാത്രയാണ് ഓസോൺ. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. പ്രധാന പോയിന്റാണ്. ഓസോൺ എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിപ്പിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ O2 തന്മാത്രയുമായി സംയോജിച്ച് O3 തന്മാത്രയായി മാറുന്നു. അപ്പോൾ എങ്ങനെയാണ് ഓസോൺ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ UV വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ O2 തന്മാത്രയുമായി സംയോജിച്ച് ഓസോൺ ഉണ്ടാകുന്നു. 3O2 gives 2O3. ഓക്കെ ആണല്ലോ. ഇനി ഓസോൺ ഊർജം കുറഞ്ഞ അൾട്രാ വയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വീണ്ടും ഓക്സിജനായി മാറുന്നുണ്ട്. ഈ ചാക്രിക പ്രവർത്തനത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് സ്ഥിരമായി നിലനിൽക്കുന്നു. അപ്പോൾ എന്താണ്? ഈ ഓസോൺ ഓക്സിജനായി മാറുന്നു, അതുപോലെ തന്നെ ഓക്സിജൻ ഓസോണായി മാറുന്നു. ഈ പ്രവർത്തനം ഒരു ചാക്രികമാണ്, അഥവാ ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നത്. ആ സൈക്കിൾ കാണാം. ഓക്സിജൻ അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഉപയോഗിച്ച് O3 ഉണ്ടാവുന്നത്, അതുപോലെ തിരിച്ചും O2 ഉണ്ടാവുന്ന പിക്ചർ. ഇനി ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ CFC. ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങൾ അടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ CFC. ഇവയെ മർദ്ദം പ്രയോഗിച്ച് എളുപ്പത്തിൽ ദ്രവീകരിക്കാൻ കഴിയും. ദ്രവീകരിച്ച CFCകൾ ബാഷ്പീകരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാക്കുന്നതിനാൽ റെഫ്രിജറേറ്ററുകൾ, AC മുതലായവയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ AC, റെഫ്രിജറേറ്റർ എന്നിവയിൽ ഉപയോഗിക്കുന്ന സംയുക്തങ്ങളാണ് CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ. അവയിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ ആ പേരിൽ നിന്ന് കിട്ടും. ക്ലോറിന്, ഫ്ലൂറിന്, കാർബൺ. ഇനി റെഫ്രിജറേറ്ററുകൾ, AC പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാകുമ്പോൾ CFCകൾ പുറത്തു വരാൻ കാരണമാകും. ഓസോൺ പാളിയുടെ ശോഷണത്തിന് CFC കാരണമാകുന്നുണ്ട്. അപ്പോൾ CFC ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന ഒരു സംയുക്തമാണ്. ഇനി ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായിട്ടുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അടുത്ത ഓസോൺ പാളിയുടെ ശോഷണം. CFC ആണ് ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. അന്തരീക്ഷത്തിലെ കലരുന്ന CFC സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിച്ചുണ്ടാകുന്ന ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നു. ഇത് ഓക്സിജൻ ചാക്രിക പ്രവാഹത്തെ അസന്തുലിതമാക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അന്തരീക്ഷ വായുവിലെത്തുന്ന CFC
സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിച്ച് ക്ലോറിൻ ഉണ്ടാകുന്നു. ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നു. ഇത് ഓസോൺ ഓക്സിജൻ സൈക്കിളിനെ അസന്തുലിതമാക്കുന്നു. അന്തരീക്ഷത്തിലെ ഓസോൺ ഉണ്ടാകുന്ന ശോഷണം UV വികിരണങ്ങളുടെ ആഗിരണത്തിൽ കുറവുണ്ടാക്കും. അതിനാൽ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ അമിതമായി ഭൂമിയിലെത്തുന്നു. ഇനി അന്തരീക്ഷത്തിലെ വിവിധ പാളികളെ കുറിച്ചാണ് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരം കൂടുന്തോറും താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം അനുസരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തെ 5 പാളികളാക്കി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. ഉപരിതലം മുതൽ 8 to 14.5 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിൽ കാണപ്പെടുന്നു. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഏകദേശം 50 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. അടുത്ത മീസോസ്ഫിയർ. താപനില ഏറ്റവും കുറവുള്ള പാളിയാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലായി കാണപ്പെടുന്ന പാളിയാണ് മീസോസ്ഫിയർ. 85 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അടുത്ത തെർമോസ്ഫിയർ. സൂര്യൻ്റെ ചൂട് മൂലം ഈ പാളിയുടെ താപനില വളരെ കൂടുതലാണ്. ഏകദേശം 600 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. അടുത്ത എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ അടുത്ത പാളിയാണ് ഇത്. 10,000 കിലോമീറ്റർ വരെ ഇത് ബഹിരാകാശത്തേക്ക് വ്യാപിച്ച് കിടക്കുന്നു. അപ്പോൾ 5 എണ്ണമാണ് പറഞ്ഞത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇനി അടുത്ത വാതകമാണ് നൈട്രജൻ. അന്തരീക്ഷ വായുവിലെ മുഖ്യ ഘടകമാണ് നൈട്രജൻ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നൈട്രജൻ തന്മാത്രയിൽ ത്രിബന്ധനമാണ് ഉള്ളത്. ത്രിബന്ധനമായതുകൊണ്ട് നൈട്രജൻ നിഷ്ക്രിയമാണ്, അഥവാ പ്രവർത്തിക്കുകയില്ല, കാര്യമായിട്ട് പ്രവർത്തിക്കുകയില്ല. അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് ജ്വലനം നടക്കുന്നത്. ജ്വലന നിരക്ക് നിയന്ത്രിക്കുന്നതിൽ നൈട്രജന് വലിയ പങ്കാണുള്ളത്. ഇപ്പോൾ ജ്വലന നിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി നൈട്രജൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സസ്യ വളർച്ചയ്ക്ക് അനിവാര്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. ശ്രദ്ധിക്കുക, സസ്യ വളർച്ചയ്ക്ക് അനിവാര്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ നൈട്രജൻ ധാരാളം ഉണ്ടെങ്കിലും സസ്യങ്ങൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ സസ്യങ്ങൾ നേരിട്ട് നൈട്രജനെ വലിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ എങ്ങനെയാണ് നൈട്രജൻ സസ്യങ്ങളിലേക്ക് എത്തുക എന്നാണ് നോക്കുന്നത്. നൈട്രജൻ സംയുക്താവസ്ഥയിൽ മണ്ണിൽ കലരുമ്പോൾ സസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാൻ എളുപ്പമാണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ തന്മാത്രയിലെ ത്രിബന്ധനം വിച്ഛേദിക്കപ്പെടുകയും നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായി സംയോജിച്ച് നൈട്രിക് ഓക്സൈഡ് അഥവാ NO ഉണ്ടാവുകയും ചെയ്യുന്നു. N2+O2 gives 2NO. ഇനി ഇപ്രകാരം ഉണ്ടാകുന്ന നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി സംയോജിച്ച് നൈട്രജൻ ഡൈഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ NO+O2 gives NO2. ഇനി നൈട്രജൻ ഡൈഓക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ച് നൈട്രിക് ആസിഡായി മണ്ണിലെത്തുന്നു. HNO3 ആണ് നൈട്രിക് ആസിഡ്. 4NO2 + 2H2O + O2 gives 4NO2 + 2H2O + O2 gives 4HNO3. ഈ നൈട്രിക് ആസിഡ് മണ്ണിലെ ധാതുക്കളുമായി പ്രവർത്തിച്ച് ഉണ്ടാക്കുന്ന നൈട്രേറ്റ് ലവണങ്ങൾ ചെടികൾ വലിച്ചെടുക്കുന്നു. അതിനാൽ ഇടിമിന്നൽ സസ്യങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒന്നുകൂടിയും പെട്ടെന്ന് പറയാം. ആദ്യം, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ തന്മാത്രയിൽ ത്രിബന്ധനം വിച്ഛേദിക്കപ്പെടുന്നു. നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായി സംയോജിച്ച് നൈട്രിക് ഓക്സൈഡ് അഥവാ NO ഉണ്ടാകുന്നു. ഈ നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി പ്രവർത്തിച്ച് നൈട്രജൻ ഡൈഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ നൈട്രജൻ ഡൈഓക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ച് നൈട്രിക് ആസിഡായിട്ട് മാറുന്നുണ്ട്. ഈ നൈട്രിക് ആസിഡ് മണ്ണിലെ ധാതുക്കളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന നൈട്രേറ്റ് ലവണങ്ങൾ ചെടികൾ വലിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രവർത്തനത്തിലൂടെ വളരെ കുറഞ്ഞ അളവിൽ നൈട്രജൻ മാത്രമേ സസ്യങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ചീഞ്ഞ് അഴുകുന്നതിലൂടെയാണ് കൂടുതൽ നൈട്രജൻ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജൈവ വളപ്രയോഗത്തിലൂടെ സസ്യങ്ങൾക്ക് നൈട്രജൻ ലഭിക്കും. ഓക്കെ, ഇനി
നൈട്രജന്റെ കുറച്ച് ഉപയോഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന്, വാഹനങ്ങളുടെ ടയറുകളിൽ നിറക്കുന്നതിന്, ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട്, ആഹാര പാക്കറ്റുകൾ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന്, ഇതിനെല്ലാം നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണം, വാഹനങ്ങളുടെ ടയറുകളിൽ നിറക്കുന്നതിന്, ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത വാതകമാണ് ക്ലോറിൻ. നമ്മൾ ജലശുദ്ധീകരണത്തിന് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിട്ടുള്ള ഒരു മൂലകമാണ് ക്ലോറിൻ. ബ്ലീച്ചിങ് പൗഡറിന്റെ ഗന്ധം നമുക്കറിയാം. ആ ഗന്ധത്തിന് കാരണം അതിലടങ്ങിയിട്ടുള്ള ക്ലോറിനാണ്. നമുക്ക് പരിചയമുള്ള ക്ലോറിൻ സംയുക്തങ്ങൾ ഹൈഡ്രജൻ ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്, ഇതൊക്കെ എന്താണ്? ക്ലോറിൻ സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ്. ക്ലോറിൻ കണ്ടെത്തിയത് 1774 കാൾ വില്യം ഷീലെ എന്ന ശാസ്ത്രജ്ഞനാണ്. എന്നാൽ ഇത് കണ്ടെത്തിയ അന്ന് അദ്ദേഹം അതൊരു മൂലകമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. 1810 ഹംഫ്രി ഡേവിയാണ് ക്ലോറിൻ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ചത്. പച്ച കലർന്ന മഞ്ഞ എന്ന് അർത്ഥം വരുന്ന ക്ലോറസ് എന്ന പദത്തിൽ നിന്നാണ് ക്ലോറിൻ എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഇവിടെയും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ക്ലോറിൻ കണ്ടെത്തിയത് കാൾ വില്യം ഷീലയാണ്. ഇനി ചിലപ്പോൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കാം, ക്ലോറിൻ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ചത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. അപ്പോൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഓപ്ഷനിൽ ഫസ്റ്റ് കാൾ വില്യം ഷീല എന്ന് കൊടുക്കുകയും ചെയ്യും, നമ്മൾ അതിൽ പോയി കറുപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി ക്ലോറിൻ നിർമ്മാണം, എങ്ങനെയാണ് ക്ലോറിൻ നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. പിക്ചറിൽ നമുക്ക് കാണാം. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. അതിൽ ഗാഢ HCl-ഉം KMnO4-ഉം ചേർത്തിട്ടുണ്ട്. ശേഷം അടിയിൽ കത്തിക്കുകയാണ്. അങ്ങനെ കത്തിക്കുമ്പോൾ ഒരു വാതകം ഉണ്ടാകും. ഈ വാതകത്തെ ആദ്യം H2O ജലത്തിലൂടെ കടത്തിവിട്ടു, ശേഷം H2SO4-ലൂടെ കടത്തിവിട്ടു. അങ്ങനെ അവസാനം നമുക്ക് ക്ലോറിൻ വാതകം കിട്ടും. അതിൻ്റെ രാസസമവാക്യം ശ്രദ്ധിക്കുക. 2KMnO4 plus 16HCl gives 2KCl plus 2MnCl2 plus 8H2O plus 5Cl2. അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ്, മാംഗനീസ് ഡൈക്ലോറൈഡ് ഇവയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവിടെ ക്ലോറിൻ വാതകം ആദ്യം ജലത്തിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലോറിനോടൊപ്പം പുറത്തു വരുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പത്തെ ജലത്തിൽ ലയിപ്പിച്ച് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ക്ലോറിൻ വാതകത്തെ ഗാഢ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജലബാഷ്പത്തെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. ഇനി ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുധങ്ങളിൽ പ്രധാനം ക്ലോറിൻ വാതകമായിരുന്നു. രാസായുധ പ്രയോഗത്തിലൂടെ അന്ന് ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ക്ലോറിൻ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന അണുനാശികൾ പ്രധാനപ്പെട്ടതാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ഉപയോഗിച്ചിരുന്ന പ്രധാന രാസായുധമായിരുന്നു ക്ലോറിൻ വാതകം. ക്ലോറിൻ ബ്ലീച്ചിങ് പ്രവർത്തനമുണ്ട്. അതിൻ്റെ രസതന്ത്രവും അതിൻ്റെ കെമിസ്ട്രി എന്താണെന്ന് നോക്കാം. ക്ലോറിന് ഈർപ്പമായി പ്രവർത്തിക്കുന്ന രാസസമവാക്യം നോക്കാം. Cl2 plus H2O gives HCl plus HOCl. ഇവിടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന HOCl എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോക്ലോറസ് ആസിഡ്. ഇവ ഒരു അസ്ഥിര സംയുക്തമാണ്. അത് വിഘടിക്കും. HOCl വിഘടിച്ച് HCl plus O എന്നാവും. ഈ ഓക്സിജനെ നവജാത ഓക്സിജൻ അഥവാ നാസെന്റ് ഓക്സിജൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നവജാത ഓക്സിജൻ നിറമുള്ള വസ്തുക്കളെ ഓക്സീകരിച്ച് നിറമില്ലാതാക്കും. ഇതാണ് ക്ലോറിൻ്റെ ബ്ലീച്ചിങ് പ്രവർത്തനം. അപ്പോൾ ഒന്നുകൂടി പറയാം. ക്ലോറിൻ ഈർപ്പമായി പ്രവർത്തിച്ച് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാവും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ഒരു അസ്ഥിര സംയുക്തമാണ്. അത് പെട്ടെന്ന് വിഘടിക്കും. അത് വിഘടിച്ച് HCl പ്ലസ് നാസെന്റ് ഓക്സിജൻ ഉണ്ടാവും. നാസെന്റ് ഓക്സിജൻ അഥവാ നവജാത ഓക്സിജൻ. ഈ നവജാത ഓക്സിജൻ നിറമുള്ള വസ്തുക്കളെ ഓക്സീകരിച്ച് നിറമില്ലാതാക്കും. അങ്ങനെയാണ് ക്ലോറിൻ്റെ ബ്ലീച്ചിങ് പ്രവർത്തനം. അപ്പോൾ അതുകൊണ്ട് ഈർപ്പത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഒരിക്കലും ബ്ലീച്ചിങ് പ്രവർത്തനം നടക്കത്തില്ല. ബ്ലീച്ചിങ് പ്രവർത്തനം നടക്കണമെങ്കിൽ അവിടെ ഈർപ്പത്തിൻ്റെ സാന്നിധ്യം നിർബന്ധമായും വേണം. ഇനി ക്ലോറിൻ്റെ ഒരു പ്രധാന സംയുക്തമാണ് കറിയുപ്പ് അഥവാ NaCl. സമുദ്രജലത്തിലും ഉപ്പുപാറയുടെ രൂപത്തിലുമാണ് സാധാരണയായി ഈ സംയുക്തം പ്രകൃതിയിൽ കാണപ്പെടുന്നത്. 2Na plus Cl2 gives 2NaCl. ഇനി ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ പറയാം. ബ്ലീച്ചിങ്ങിന്, കീടനാശിനി നിർമ്മിക്കുന്നതിന്, തുണികളിലെയും മറ്റും കറ കളയുന്നതിന്, ജലശുദ്ധീകരണത്തിന്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്, ഇതിനെല്ലാം ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്.
ഇനി ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈർപ്പരഹിതമായ കുമ്മായപ്പൊടി എടുക്കുക, അതിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിടാം. ഇങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. ഇനി അടുത്ത് ക്ലോറൈഡുകളെ തിരിച്ചറിയുന്ന വിധം. നമ്മളെ കയ്യിൽ ക്ലോറൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ക്ലോറൈഡ് ആണോ എന്നെങ്ങനെ തിരിച്ചറിയുന്ന പറയുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോഡിയം ക്ലോറൈഡ് ലൈൻ എടുക്കുക, അതിലേക്ക് അല്പം സിൽവർ നൈട്രേറ്റ് ലൈൻ ചേർക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഒരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടാവും. ഈ വെളുത്ത അവക്ഷിപ്തത്തിലേക്ക് അല്പം അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുക. ആ അവക്ഷിപ്തം അതിൽ ലയിച്ചു കഴിഞ്ഞാൽ അത് ക്ലോറൈഡ് ലവണമാണെന്ന് സ്ഥിരീകരിക്കാം. ഓക്കെ, രാസപ്രവർത്തനത്തിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. NaCl plus AgNO3 gives AgCl plus NaNO3. അപ്പോൾ എന്താ സംഭവിച്ച് നമുക്ക് തന്ന ലായനിയിലേക്ക് സിൽവർ നൈട്രേറ്റ് അഥവാ AgNO3 ഒഴിക്കുക. അപ്പോൾ ഒരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടാവും. ഈ അവക്ഷിപ്തത്തിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു നോക്കുക. അങ്ങനെ ഒഴിച്ചു നോക്കുമ്പോൾ ആ വെളുത്ത അവക്ഷിപ്തം അതിൽ ലയിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അത് ക്ലോറൈഡ് ആണെന്ന് ഉറപ്പിക്കാം. തന്നിരിക്കുന്ന ലവണ ലായനിയിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെയുള്ള വെളുത്ത അവക്ഷിപ്തം ഉണ്ടാവുകയും അത് അമോണിയ ലായനിൽ ലയിക്കുകയും ചെയ്താൽ അത് ക്ലോറൈഡ് ലവണമാണെന്ന് സ്ഥിരീകരിക്കാം. ഇനി അടുത്തതാണ് ദ്വിവിഘടനം അഥവാ ഡബിൾ ഡീകമ്പോസ് എന്ന് പറയുന്നത്. രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചു മാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാവുന്ന രാസപ്രവർത്തനമാണ് ദ്വിവിഘടനം അഥവാ ഡബിൾ ഡീകമ്പോസിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞുള്ള എക്സാമ്പിൾ അതിന് ഉദാഹരണമാണ്. അതിൻ്റെ ഇക്വേഷൻ നോക്കാം. NaCl plus AgNO3 gives AgCl plus NaNO3. അതിൻ്റെ അയോണുകൾ പരസ്പരം വെച്ചു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. H2SO4 plus BaCl2 gives 2HCl plus BaSO4. അതിൻ്റെ SO4ഉം Clഉം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പോൾ ഇതിനെയാണ് ഡബിൾ ഡീകമ്പോസിഷൻ അഥവാ ദ്വിവിഘടനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. ഒരുപാട് അലോഹങ്ങളെ കുറിച്ച് പറഞ്ഞു, പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ വാതകങ്ങളൊക്കെ കണ്ടെത്തിയ ആളുകൾ ഒക്കെ നന്നായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു അധ്യായമായി വരുന്നതാണ്. അതുവരേക്കും താങ്ക് യു.